അതായത് ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഇത് പണ്ടേ ഇതിനെ 10-15 വർഷത്തിന് മുമ്പ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും പക്ഷെ ഇത് പലപ്പോഴും മതവാദികൾ ഇപ്പൊ ഈ അടുത്തിടെ തന്നെ ഒരു ഒരു പയ്യൻ ഇത് ഈ ആർഗ്യുമെന്റ് ഉപയോഗിച്ചു. 12 വയസ്സോ 13 വയസ്സോ ഉള്ള ഒരു പയ്യൻ ഈ ആർഗ്യുമെന്റ് ഉപയോഗിച്ചു. അതുകൊണ്ട് അതാണ് ദൈവത്തിന്റെ അസ്തിത്വം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രചരണം ഇവിടെ നടക്കുന്നു. എനിക്ക് ഒരുപാട് പേര്, കണ്ടമാനം പേര് ഇത് എന്റെ മെസ്സേജ് ബോക്സിലേക്കൊക്കെ അയച്ചു തന്നു. ഇതിനെന്താണ് ഉത്തരം? ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ്, ഇതൊക്കെ എത്ര പഴഞ്ചൻ, എത്ര കഴമ്പില്ലാത്ത ഒരു വാദമാണ്. പക്ഷെ ഇത് തന്നെയാണ് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് വരുന്നത്. എന്താണ് ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയുടെ ഒരു സാന്നിധ്യം അത് സൂര്യനിൽ നിന്നൊരു നിശ്ചിത അകലത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അത് കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ, അല്ല പപ്പു പറയുന്ന ഇച്ചിരി അങ്ങോട്ടോ ഇച്ചിരി ഇങ്ങോട്ടോ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല, ജീവൻ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഒരാള് ഇതെല്ലാം കൊണ്ടുവന്ന് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വാദം. ഈ വാദം ആക്ച്വലി ഫിലോസഫിക്കലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടോ ലോജിക്കലായിട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു വാലിഡിറ്റിയും ഇല്ലാത്തൊരു വാദമാണ്. ഇത് മതമനസ്സിന്റെ ഒരു വിഹലതയാണ്. ഇറ്റ്സ് എ ഡെല്യൂഷൻ ഓഫ് ദ റിലീജിയസ് മൈൻഡ്, ഇതാണ് പറയാ. അപ്പം അതല്ലാതെ ഇതിനെന്തെങ്കിലും ഒരു എന്താ പറയാ സാധുത ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇത് നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത് തന്നെ മതമനസ്സ് ഇങ്ങനെ ഒരു ഡെല്യൂഷൻ അവതരിപ്പിക്കുന്നുണ്ടാണ്. അതിനെ ഫിലോസഫിക്കലായിട്ട് ന്യായീകരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ 2-3 ദിവസം വരെ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിക്കും. പക്ഷെ എന്തായാലും ഈ പറയുന്ന കൃത്യതയോ സൂക്ഷ്മ സംവിധാനമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈൻ ട്യൂണിങ്ങോ ഒന്നുമില്ല. ഭൂമി ഇപ്പൊ സൂര്യനിൽ നിന്ന് തന്നെ അത് തന്നെ നോക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് എത്ര അകലെയാണ് എന്നുള്ളത് ആക്ച്വലി അത് സ്ഥിരമായ ഒരു അകലമല്ല, സ്ഥിരമായ ഒരു പന്താവല്ല, അത് എക്കാലത്തും സ്ഥിരമായിരുന്നില്ല. ഭൂമി വളരെ സജീവമായിട്ടുള്ള, മാറിക്കൊണ്ടിരിക്കുന്ന, ഇവോൾവിങ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ്. ഇപ്പോ ഇനി വേറൊരു കാര്യം, ഈ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൽ നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത് ആർക്കാണ് പ്രധാനമായിട്ടുള്ളത്? നമ്മൾക്ക് മാത്രമാണ്. ഓൺലി വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ, എസ്പെഷ്യലി യൂണിവേഴ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ജീവി നമ്മൾ മാത്രമാണ്. പക്ഷെ നമ്മളിൽ യൂണിവേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ ഒരു വഴിയില്ല. കാരണം നമ്മൾ വരുന്നതിന് ഒരുപാട് മുന്നേ യൂണിവേഴ്സ് ഉണ്ട്. യൂണിവേഴ്സിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ 13.8 ബില്യൺ എന്നുള്ള ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നത് എത്രയാണ്? നമ്മൾ വരുന്ന 2 ലക്ഷം 3 ലക്ഷം വർഷത്തിന് മുന്നെയാണ് നമ്മൾ വരുന്നത്. അതായത് പഴയ കാൾ സാഗന്റെ ആ കലണ്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം ഉണ്ടായിട്ട് 365 ദിവസമായിട്ടുണ്ടെങ്കിൽ ആ 365-ാമത്തെ ദിവസത്തിന്റെ അവസാനത്തെ മണിക്കൂറിലെ 54-ാമത്തെയോ 55-ാമത്തെയോ മിനിറ്റിൽ കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് ഹോമോ സാപ്പിയൻസ്. അല്ലെങ്കിൽ ഇപ്പൊ ഹോമോ സാപ്പിയൻസ് എന്നേ പറയാറുള്ളൂ. ആ ജീവി അല്ലെങ്കിൽ ആ സ്പീഷീസ് ആണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കാനും പ്രപഞ്ചത്തിനെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കാനും നിരൂപിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. ആ ജീവിയാണ്. അപ്പം ഈ പ്രപഞ്ചം നമ്മളോട് പ്രപഞ്ചത്തിന് യാതൊരു ബാധ്യതയില്ല. പ്രപഞ്ചം നമുക്കൊന്നും തിരിച്ചു തരാനോ. ഈ അയൻ ഹിർസി അലിയും റിച്ചർഡ് ഡോക്കൻസുമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിൽ അയൻ ഹിർസി അലി ക്രിസ്ത്യൻ ആയതിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. പ്രപഞ്ചം നമുക്ക് എന്തു നൽകുന്നു എന്ന്. പ്രപഞ്ചം എന്ത് നൽകാനോ? പ്രപഞ്ചം നമുക്കൊന്നും നൽകുന്നില്ല. നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നില്ല, ഇങ്ങോട്ട് വാങ്ങിക്കുന്നുമില്ല. നമ്മൾ ഈ പാഷൻ വരുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു സിനിമ കാണുന്ന പ്രേക്ഷകനെ കണക്ക് നിങ്ങൾക്ക് കരച്ചിലും ചിരിയൊക്കെ വരുന്നു. പക്ഷെ നിങ്ങൾ ആ സിനിമയിൽ ഇല്ല, മനസ്സിലായില്ല? നിങ്ങൾ അതിനകത്തില്ല. അത് തന്നെ വ്യാജമാണ്. ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കരച്ചിലും കണ്ണീരും ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ, പക്ഷെ ആ ഒരു ആക്ഷനിൽ നിങ്ങളില്ല. നിങ്ങൾ ഒരിക്കലും അഭിനയിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അതേപോലെയാണ് ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട്, പ്രപഞ്ചത്തിന്റെ ഓരോരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇതെനിക്കാണ്, എനിക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള നമ്മളുടെ ഇതിന് റിലീജിയസ് ഡെല്യൂഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി ഈ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ശാസ്ത്രീയമായിട്ട് തന്നെ നോക്കുക. ഭൂമി സൂര്യനിൽ നിന്ന് ഏതെങ്കിലും ഒരു കൃത്യമായ അകലത്തിൽ സംവിധാനിച്ചത് കൊണ്ടാണോ ഇവിടെ ജീവൻ ഉണ്ടായത്? ഒന്നാമത് ഭൂമിയും സൂര്യനുമായിട്ടുള്ള അകലം കൃത്യമല്ല. അല്ലെങ്കിൽ കൃത്യം എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ നശിച്ചു പോകുന്നുള്ളല്ലേ കൃത്യം. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ നശിച്ചു പോകുന്നുള്ളു. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നാലും നശിച്ചു പോകില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാകുമായിരുന്നില്ല. കാരണം ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയല്ല ഇവിടെ ജീവൻ ഉണ്ടാകാനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ദൂരമല്ല. സൂര്യനിൽ നിന്ന് ഒരു സുമാർ അല്ലെങ്കിൽ
ശരാശരി 15 കോടി കിലോമീറ്റർ ആണ് ഭൂമിയുടെ അകലം, ശരാശരി അകലം. അപ്പൊ ഈ 15 കോടി കിലോമീറ്റർ ഒരു എലിപ്റ്റിക്കലായിട്ടുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥമാണ്, അല്ലെങ്കിൽ ഓർബിറ്റ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ സൂര്യനോട് അടുത്ത് വരും, ചില സമയങ്ങളിൽ സൂര്യനിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ നമ്മൾ അകന്നു പോകുന്നതിനെ അഫീലിയൻ എന്നും അടുത്ത് വരുന്നതിനെ പെരീലിയൻ എന്നും വിളിക്കും. അപ്പം അഫീലിയൻ എന്ന് പറയുന്നത് ഏതാണ്ട് 15 കോടി 21 ലക്ഷം കിലോമീറ്റർ അല്ലെ 22 ലക്ഷം കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി ആകാറുണ്ട്. നമ്മൾ അത്ര അകന്നു പോവുക, 15, 21. പെരീലിയൻ ആണെങ്കിൽ നമ്മൾ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ 14.71 കോടി കിലോമീറ്റർ. 14.71 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഉണ്ട് ഒരു 51 ലക്ഷം കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് സൂര്യൻ ചില സമയങ്ങളിൽ 50 ലക്ഷം കിലോമീറ്റർ വരെ അകന്നു പോകാം ഇപ്പോൾ ഉള്ളതിൽ നിന്ന്. ചില സമയങ്ങളിൽ ഇതിന്റെ രണ്ടിന്റെ ഇത് വെച്ച് നോക്കുക, അപ്പീലിയനും പെരീലിയനും അടുത്ത് വരുന്നതും അകന്നു വരുന്നതും. അപ്പൊ അതും ഒരു സ്ഥലത്തല്ലല്ലോ, ഇതിനിടയ്ക്കൂടെ ആയിരിക്കും മിക്കവാറും സമയങ്ങളിൽ. പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സംഗതിയുടെ ഒരു ഈവന്റിന്റെ അടിസ്ഥാനം ഒറ്റ കാരണത്തിലേക്ക് ഒതുക്കുക എന്ന് പറയുന്നത് ഭയാനകമായ രീതിയിൽ അബദ്ധമാണ്. അങ്ങനെ ഒരു സംഗതിയില്ല. ഇപ്പൊ ഒരാൾ വന്ന് പറയാണ് ഭൂമിയെ ഇവിടെ കൊണ്ടുവച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ചർച്ചയുടെ ആവശ്യമില്ല. വേരിയസ് റീസൺസ് ആണ്. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാരണം എന്താണ്? ഈ അകലമൊന്നുമല്ല. ഉദാഹരണമായിട്ട് ഭൂമിയിലെ കൂടുതൽ രാജ്യങ്ങളും ജനങ്ങളും ഉള്ളത് ഉത്തരാർദ്ധഗോളത്തിലാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ കുറവാണ്. ഈ ഉത്തരാർദ്ധഗോളത്തിലെ സമ്മർ സീസൺ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ഭൂമി ഏറ്റവും കൂടുതൽ അകലെ നിൽക്കുന്ന സമയത്താണ്. യഥാർത്ഥത്തിൽ എന്താ വരേണ്ടത്? അടുത്ത് നിൽക്കുന്ന സമയത്താണ് വരേണ്ടത്. കൂടുതലല്ലേ, സൂര്യനോട് അടുക്കുമ്പോഴാണ് ചൂട് കൂടേണ്ടത്. പക്ഷെ ലോകത്തെ ഭൂരിപക്ഷം ജനങ്ങളും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ സമ്മർ സീസൺ ആയിട്ട് വരുന്നത് സൂര്യനിൽ നിന്ന് അതിന്റെ അകലെ അപ്പീലിയനിലേക്ക് പോകുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. നേരെ തിരിച്ച് പെരീലിയനിലേക്ക് വരുന്ന സമയത്ത് വിന്ററുമാണ്. നേരെ തിരിച്ചല്ലേ. അപ്പൊ ഈ അകലത്തിനകത്ത് യാതൊരു കാര്യമില്ല. അതായത് അകന്നു പോകുമ്പോൾ ചൂട് കുറയുന്നു, അടുത്ത് വരുമ്പോൾ ചൂട് കൂടുന്നു. അത് ഞാൻ ഉത്തരാർദ്ധഗോളത്തിന്റെ കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അതിന്റെ കാരണം ആക്സിയൽ ടിൽറ്റ്. ഇതിലെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതൊന്നും സ്ഥിരമല്ല, ഇതെല്ലാം അസ്ഥിരമാണ്, മാറുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ തന്നെ ജീവൻ ഉണ്ടായി എന്ന് പറയുന്നു. ഭൂമിയിൽ എത്ര സ്ഥലത്താണ് അല്ലെങ്കിൽ എത്ര ശതമാനം സ്ഥലത്താണ് ജീവിക്കാൻ കഴിയുക? ഒരു 3/2 ഭാഗം വെള്ളമാണ്. അപ്പൊ നമ്മളാണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യനെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീവൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജീവൻ ഉണ്ടായ ആർക്കിയ പോലൊരു ജീവനോ അല്ലെങ്കിൽ ബാക്ടീരിയ പോലൊരു ജീവനോ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ദൈവം എന്നൊക്കെ പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രം മനുഷ്യൻ ഉണ്ടാക്കി മനുഷ്യനെ നിയന്ത്രിക്കുകയും മനുഷ്യന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ, നിനക്ക് ഞാൻ പശുവിനെ തന്നിരിക്കുന്നു, പന്നിയെ തന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന, നിന്റെ അത് ചെയ്യാമോ ഇത് ചെയ്യാമോ, മുടി കാണിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നതാണല്ലോ ദൈവങ്ങൾ. ബാക്കി പറയുന്ന കോസ്മോളജിക്കൽ ദൈവത്തിനൊന്നും പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ദൈവം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ യഥാർത്ഥ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ കാര്യം, അതിനെ സാധൂകരിക്കാനാണല്ലോ ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത്. അല്ലാതെ എന്തെങ്കിലും കോസ്മോളജിക്കൽ വിറയലിനെ സ്വാധീനിക്കാനൊന്നും അല്ലല്ലോ. ഇതിനെ തന്നെ ദൈവത്തെ സ്വാധീനിക്കാൻ തന്നെയാണ് ഈ പറയുന്ന എല്ലാ സംഗതികളും കൊണ്ടുവരുന്നത്. അപ്പം അത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ എത്രയുണ്ട്? കടല് നല്ല ശതമാനം പോയി. ഡെസേർട്ടിലെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിനുള്ള അനുകൂലനവും ഇല്ല. നമ്മൾ അതിനെ തരണം ചെയ്യുകയാണ് ശരിക്കും. ഡെസേർട്ടിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് സാധനമൊക്കെ. പിന്നെ അതുപോലെ തന്നെ കൊടുങ്കാടുകൾ, അത് പോട്ടെ, ആമസോൺ പോലെയുള്ള പർവ്വത പ്രദേശങ്ങൾ, കൊടുമുടികൾ, ഐസ്, പോളാർ റീജിയൻസ്, ഇവിടെ ഒന്നും മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. മനുഷ്യനെ പോലുള്ള ഒരു ജീവിക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ജീവിക്കണമെങ്കിൽ ഒരു 10, 11, 12% മാക്സിമം ഭൂമിയുടെ ഉപരിതലത്തിൽ, അത്രേ ഉള്ളൂ. ഇതാണോ ഫൈൻ ട്യൂണിങ്? ഫൈൻ ട്യൂണിങ് ആണെങ്കിൽ എങ്ങനെയാ വേണ്ടത്? ഇത്രയും കുറച്ച് സ്ഥലത്ത് മനുഷ്യനെ ഉണ്ടാക്കി വെക്കുക. മനുഷ്യന് അത്രേ പറ്റുള്ളൂ.